ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി പോസിറ്റീവ് വിത്ത് ശൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ റവ കൊണ്ട് എങ്ങനെ ഒരു ഉപ്മാവ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് മൂപ്പിക്കാം. കടുകിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്നുപരിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് അരിഞ്ഞിടാൻ ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം. ഇത് ഞാൻ സിമ്പിളായിട്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളി വേണ്ട, ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അത് മൂക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം കൂടുതലായിട്ട് കുഴഞ്ഞിരിക്കണം എന്നുള്ളവർക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാം കേട്ടോ. ഒരു കപ്പിന് ശരിക്കും ഒരു കപ്പ് വെള്ളം മതി ഒരു കപ്പ് റവയ്ക്ക്. അപ്പോൾ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണേ കേട്ടോ. പച്ചമുളക് ആദ്യം തന്നെ ആ കടുക് മൂപ്പിക്കുമ്പോൾ തന്നെ ഇടുവാണെങ്കിൽ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ മുന്തി നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് മൂക്കുമ്പോൾ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് പൊടിയുപ്പ് ഇടുന്നവർക്ക് അത് ഇടാം കേട്ടോ. പക്ഷേ എനിക്കറിയില്ല പൊടിയുപ്പ് ഇട്ടാൽ അതിൻ്റെ അളവ് അറിയില്ല. പിന്നെ തന്നെയുമില്ല അത് മണൽ കടിക്കും പൊടിയുപ്പ് ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് കല്ലുപ്പ് നീരാക്കി വെച്ചേക്കണം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്കത് തിളയ്ക്കുന്നവരെ മൂടി വയ്ക്കാം. ഇതുപോലെ ഒരു മണ്ണിൻ്റെ ചട്ടി കൊണ്ട് മൂടി വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കണേക്കാൾ. അപ്പം നമുക്കിനി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പഴം പുഴുങ്ങാനായിട്ട് വയ്ക്കാം. കുക്കറിലാട്ടോ ഞാൻ പഴം പുഴുങ്ങാൻ വെക്കണത്. ഇതുപോലൊരു സാധനം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് പഴം വയ്ക്കും. അപ്പോൾ വെള്ളം മുകളിലേക്ക് കയറി വരില്ല. ഇല്ലെങ്കിൽ അതില്ലാത്തവരാണെങ്കിൽ ഒരു റൗണ്ട് വെച്ചിട്ട് അതിനകത്ത് പാത്രം വെച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ഇച്ചിരി പൊക്കമുള്ള പാത്രം വെച്ചാലും മതി കേട്ടോ. ഇനി ശരിക്കും പഴുക്കാത്ത പഴമായതുകൊണ്ട് ഞാനൊരു 3 വിസിലടിപ്പിക്കും. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി ഒരു 3 വിസിലടിപ്പിക്കാം. ഇനി ഉപ്പുമാവിൻ്റെ വെള്ളം തിളച്ചു. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഒരു കയ്യിൽക്കണ കൊണ്ട് ഇളക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചെറിയ ചട്ടകമായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് ഇളക്കാൻ പോണത്. അപ്പോൾ പാകത്തിന് റവ ഇട്ട് കൊടുക്കാം. കുക്കറിന് വെയിറ്റൊക്കെ ഇട്ടു. ഇനി വിസിലടിക്കട്ടെ. ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാനുള്ള പഴം റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് കൈ പതുക്കെ ചീഞ്ചട്ടിയിൽ മുട്ടി, അതാട്ടെ ഞാൻ വലിച്ചത്. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇളക്കിക്കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ല വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ള പരുവത്തിൽ നമ്മൾ റവ ഇടുന്നത് നിർത്തണം കേട്ടോ. അപ്പം നല്ല അത്യാവശ്യം വെന്ത് കുഴഞ്ഞ് കിട്ടും. ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് ആ ചട്ടി വെച്ച് തന്നെ സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് വേവും. അപ്പോൾ ബാക്കിയുള്ള റവ നമുക്കൊരു ടിന്നിൽ ഈ കവറിനൊരു ക്ലിപ്പ് ഇട്ടിട്ട് വയ്ക്കാം കേട്ടോ. ഈ ക്ലിപ്പ് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മൾ എന്ത് സാധനം മസാലയും അതുപോലെയുള്ള ഇങ്ങനെ പാക്കറ്റുകൾ പൊട്ടിച്ചിട്ട് ആ ക്ലിപ്പ് ഇട്ട് വയ്ക്കുവാണെങ്കിൽ ചീത്തയാവില്ല കേട്ടോ. ആ ക്ലിപ്പ് ഓൺലൈനിൽ 30 രൂപയോ മറ്റോ ഉള്ളൂ. 12 ക്ലിപ്പോളം നമുക്ക് കിട്ടും. ഭയങ്കര നല്ല വലിപ്പത്തിലും കിട്ടും, വലിപ്പം കുറഞ്ഞതും കിട്ടും കേട്ടോ. അങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ബാക്കി വരുന്നത് ഇങ്ങനെ ഒരു ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ കേടാകാതെ ഇരിക്കും. റവ ആയാലും അരിപ്പൊടി ആയാലും എന്ത് പൊടിയാണെങ്കിലും. അപ്പോൾ നമുക്കത് ഒരു ക്ലിപ്പൊക്കെ ഇട്ട് സൂക്ഷിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉപ്പുമാവ് നന്നായിട്ട് വെന്തു.
അപ്പം ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കി എടുക്കാം. ഒരുപാട് വെന്ത് കുഴയണി എനിക്കിഷ്ടമല്ല കേട്ടോ. ചെറുതായിട്ടൊരു പൊട്ട് വീഴണതേ ഇഷ്ടമുള്ളൂ. അങ്ങനെ അധികം പഴുപ്പാവാത്ത കായ ഒന്ന് പുഴുങ്ങി തിന്ന് നോക്കിക്കുക. അതിൻ്റെ ഗുണവും അതിൻ്റെ ടേസ്റ്റും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉപ്പുമാവും പഴവും കഴിക്കാം. താങ്ക് യു.